ഇന്നത്തെ വീഡിയോനകത്ത് നമ്മൾ S7 സപ്ലൈ FE 2015 സ്കീമിൻ്റെ ക്വാണ്ടിറ്റി QSV ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, ഇത് മെയ് 2024 ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇപ്പോൾ സ്പെഷ്യൽ എക്സാം നടക്കുന്നുണ്ടല്ലോ, അപ്പോൾ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മളിപ്പോൾ സോൾവ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പം ഇതിനകത്ത് പാർട്ട് എയുടെ പ്രോബ്ലമാണ്. പാർട്ട് എയുടെ പ്രോബ്ലമിൽ ആദ്യത്തെ പ്രോബ്ലമാണ്. ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാം. പ്രിപ്പയർ എ പ്രിലിമിനറി എസ്റ്റിമേറ്റ് ഓഫ് എ ബിൽഡിംഗ് പ്രോജക്റ്റ് വിത്ത് എ ടോട്ടൽ പ്ലിന്ത് ഏരിയ ഓഫ് ദ ബിൽഡിംഗ് 1500 മീറ്റർ സ്ക്വയർ. പിന്നെ ഗിവൻ ദാറ്റ് പ്ലിന്ത് ഏരിയ റേറ്റ് തന്നിട്ടുണ്ട്. ആർക്കിടെക്ചറൽ ട്രീറ്റ്മെൻറ്റിന് എത്ര പെർസെൻറ്റേജ് അവർ ചെലവ് ചെയ്യുന്നുണ്ട്. വാട്ടർ സപ്ലൈ, ഇൻറ്റേർണൽ ഇൻസ്റ്റാളേഷൻസിന് ഒന്നൊന്നും പെർസെൻറ്റേജ് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം പ്രിലിമിനറി എസ്റ്റിമേറ്റ് ഓഫ് എ ബിൽഡിംഗ് എന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം? ബിൽഡിങ്ങിൻ്റെ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, ബിൽഡിങ്ങിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് ലാൻഡിൻ്റെ പ്ലിന്ത് ഏരിയൻ്റെ കോസ്റ്റും അഡീഷണൽ കോസ്റ്റും ഇത് രണ്ടും കൂടി ആഡ് ചെയ്താലേ നമുക്ക് എസ്റ്റിമേറ്റ് ഓഫ് ദ ബിൽഡിംഗ് എന്തുവാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ബിൽഡിങ്ങിൻ്റെ കോസ്റ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണം? ടോട്ടൽ പ്ലിന്ത് ഏരിയ ഇൻറ്റു കോസ്റ്റ് ഓഫ് പ്ലിന്ത് പെർ മീറ്റർ സ്ക്വയർ. നമുക്ക് ഒരു മീറ്റർ സ്ക്വയറിന് 12,500 തന്നിട്ടുണ്ട്. പ്ലിന്ത് ഏരിയ ഓഫ് ദ ബിൽഡിംഗ് എത്രയെന്ന് തന്നിട്ടുണ്ട്? 1500 മീറ്റർ സ്ക്വയറിന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പ്ലിന്ത് ഏരിയൻ്റെ ബിൽഡിങ്ങിൻ്റെ കോസ്റ്റ് എത്രയാണ് നമുക്ക് കിട്ടും. ഓക്കെ, ഇപ്പോൾ അഡീഷണൽ കോസ്റ്റാണ് അവർ ഓരോരോ പെർസെൻറ്റേജ് തന്നിട്ടില്ലേ, ആ പെർസെൻറ്റേജ് വെച്ചിട്ട് നമ്മൾ ടോട്ടൽ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, ആർക്കിടെക്ചറൽ ട്രീറ്റ്മെൻറ്റിന് 1.5% ഓഫ് ദ ബിൽഡിംഗ് കോസ്റ്റാണ്. അപ്പോൾ എന്താ ഇത് ഈ വാല്യൂ എങ്ങനെ കിട്ടിയെന്ന് വെച്ചാൽ 1.5 എന്ന് പറയുമ്പോൾ 3/2% ആണ്. ഓക്കെ, 3/2% അല്ലെങ്കിൽ ആൾ യു ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് 1.5%. ഓക്കെ, അപ്പോൾ 1.5 ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു 18,750 ഇൻറ്റു 000 ഇത് ഇടുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഒരു ആൻസർ കിട്ടും. ഓക്കെ, അതുപോലെ 5% വാട്ടർ സപ്ലൈ ആൻഡ് സാനിറ്ററി എന്ന് പറയുമ്പോൾ 5 ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു ബിൽഡിംഗ് കോസ്റ്റ് ഇതാണ് ഇടേണ്ടത്. ഓക്കെ, അത് ചെയ്തിട്ട് എല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ ടോട്ടൽ കോസ്റ്റ് അഡീഷണൽ കോസ്റ്റ് എത്ര വരുന്നുണ്ടെന്ന് നമുക്ക് കണ്ടെത്താം. ഇതും ബിൽഡിങ്ങിൻ്റെ കോസ്റ്റും കൂടി ആഡ് ചെയ്താലേ പ്രിലിമിനറി എസ്റ്റിമേഷൻ ഓഫ് ദ ബിൽഡിംഗ് എത്രയാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഇത് മനസ്സിലായിട്ടുണ്ടോ? ഓക്കെ, പിന്നെ അടുത്ത പ്രോബ്ലം വർക്ക് ഔട്ട് ദ യൂണിറ്റ് റേറ്റ് ഫോർ സിമെൻറ്റ് കോൺക്രീറ്റ് 1:2:4 തന്നിട്ടുണ്ട്. മെറ്റീരിയൽസ് തന്നിട്ടുണ്ട്. അതിൻ്റെ യൂണിറ്റ് എത്ര ക്വാണ്ടിറ്റി എന്നുള്ളതും തന്നിട്ടുണ്ട്. അതിൻ്റെ റേറ്റ് പെർ മീറ്റർ ക്യൂബ് എത്രയെന്നും തന്നിട്ടുണ്ട്. അതുപോലെ ലേബേഴ്സും തന്നിട്ടുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യേണ്ട? ഇതുപോലത്തെ പ്രോബ്ലം ആണെങ്കിൽ എളുപ്പമാണ്. നമ്മൾ ഇതിങ്ങനെ ഒരു ടാബ്ലർ കോളം വരയ്ക്കണം. ഓക്കെ, ഡിസ്ക്രിപ്ഷൻ, ക്വാണ്ടിറ്റി, യൂണിറ്റ്, റേറ്റ്, യൂണിറ്റ് കോസ്റ്റ്. ഓക്കെ, ഇതുപോലെ അവർ തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് അങ്ങനെ തന്നെ എഴുതുക. സ്റ്റോൺ ബാലസ്റ്റ്, കോഴ്സ് സാൻഡ്, സിമെൻറ്റ്, പിന്നെ ആ ക്വാണ്ടിറ്റി. ഓക്കെ, ഈ ക്വാണ്ടിറ്റി ഞാൻ തെറ്റിച്ചാണ് എഴുതിയിരിക്കുന്നത്. 0.88 ആണ്, 0.08 ഇല്ല. അപ്പോൾ ഈ റേറ്റ് മാറും. ഓക്കെ, ഇതില്ല, ടോട്ടൽ റേറ്റ് മാറും. ഓക്കെ, കോഴ്സ് ആൻഡ് അപ്പോൾ എടുത്ത് എഴുതുമ്പോൾ നോക്കി എഴുതണം. ഓക്കെ, പിന്നെ ഒരു കാര്യം, ഇതിനകത്ത് സിമെൻറ്റ് 0.22 മീറ്റർ ക്യൂബിക് മീറ്റർ അറ്റ് 8,500 പെർ ടൺ ആണ് തന്നിരിക്കുന്നത്. പക്ഷേ നമുക്ക് ക്വാണ്ടിറ്റി ഇൻ ടേംസ് ഓഫ് മീറ്റർ ക്യൂബിലാണ് ഇരിക്കുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ടണ്ണിലോട്ട് മാറ്റണം. അപ്പോൾ ആ കൺവേർഷൻ എങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെ നോക്ക്, ഒരു മീറ്റർ ക്യൂബ് സിമെൻറ്റിൻ്റെ ഒരു മീറ്റർ ക്യൂബിന് പറയുന്നത് 1440 kg ആണ്. ഓക്കെ, അപ്പം 0.22 മീറ്റർ ക്യൂബല്ലേ തന്നിരിക്കുന്നത്. അതിനെ എത്ര kgന് നമ്മൾ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, kgയെ നമ്മൾ ടണ്ണിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത് എളുപ്പമായിരിക്കും. ഒരു ടണ്ണെന്ന് പറയുന്നത് 1000 kg ആണ്. അപ്പോൾ ഇത്രയും kg ആണെങ്കിൽ എത്ര ടണ്ണിനുണ്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, ആ ടണ്ണാണ് ഇവിടെ എഴുതേണ്ടത്. ഓക്കെ, യൂണിറ്റ് ഇൻ ടേംസ് ഓഫ് മീറ്റർ ക്യൂബിലെ റേറ്റ് തരുവാണെങ്കിൽ നമുക്ക് അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം. പക്ഷേ ഇവിടെ ഒരു മീറ്റർ ക്യൂബിനാണ് ക്വാണ്ടിറ്റി തന്നിരിക്കുന്നത്, പെർ ടണ്ണിലാണ് റേറ്റ് തന്നിരിക്കുന്നത്. അപ്പോൾ യൂണിറ്റ് കൺവേർഷൻ നമ്മൾ ചെയ്യണം. അതിൻ്റെ ഫോർമുലയാണ് ഇത്. മനസ്സിലായോ? ഒന്നും കൂടി പറയാം. ഒരു മീറ്റർ ക്യൂബ് സിമെൻറ്റിന് നമുക്ക് എത്ര kg എന്ന് വെച്ചാൽ 1440 kg ആണ്. അപ്പം നമുക്ക് തന്നിരിക്കുന്ന 0.22 മീറ്റർ ക്യൂബിന് എത്ര kg ഉണ്ടെന്നുള്ളത് കണ്ടുപിടിക്കണം. ഓക്കെ, നമ്മുടെ യൂണിറ്റ് കൺവേർഷൻ എന്ന് പറയുന്നത് 1 ടൺ ഇസ് ഈക്വൽ ടു 1000 kg ആണ്. അപ്പോൾ 316 kgക്ക് എത്ര ടണ്ണെന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഈ ടൺ വാല്യൂ ആണ് നമ്മൾ ഇവിടെ എഴുതേണ്ടത്. ഇട്ടിട്ട് ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, യൂണിറ്റ് സെയിം ആയിരിക്കണം, അത് മാത്രം നോക്കിയാൽ മതി. പിന്നെ ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യണം.
ഓക്കെ. പിന്നെ ലേബേഴ്സ് ഇതെല്ലാം അതിൽ വേറെ ഒരു മാറ്റമില്ല, അതങ്ങനെ തന്നെ എഴുതുക, മൾട്ടിപ്ലൈ ചെയ്യുക, എല്ലാം കൂടി ആഡ് ചെയ്യണം. ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? 1.5% വാട്ടർ ചാർജസ് ആഡ് ചെയ്യണം. കോൺട്രാക്ടേഴ്സ് പ്രോഫിറ്റ് 10% ആഡ് ചെയ്യണം. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ. ഇതുപോലത്തെ വീഡിയോ ഒക്കെ കുറേ ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലോട്ട് തരാം. ഇതുപോലുള്ള പ്രോബ്ലംസ് 2019 സ്കീമിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനും സോൾവ് ചെയ്തിട്ടിട്ടുണ്ട്. അത് നിങ്ങൾ നോക്കുക. ഓക്കെ. ഇനി പാർട്ട് സിയിലുള്ള പ്രോബ്ലമാണ്. ദ കോസ്റ്റ് ഓഫ് ദ കൺസ്ട്രക്ഷൻ ഓഫ് എ ന്യൂ ബിൽഡിംഗ് അക്കോർഡിംഗ് ടു ദ പ്രസൻറ്റ് മാർക്കറ്റ് റേറ്റ് ഇസ് 1 lakh. ഓക്കെ. ഇപ്പോഴത്തെ ബിൽഡിംഗ് ആ ബിൽഡിങ്ങിൻ്റെ റേറ്റ് 1 lakh ആണ്. ആ ബിൽഡിങ്ങിൻ്റെ ലൈഫ് ടൈമോ 70 years ആണ്. ഓക്കെ. പക്ഷേ ആ ബിൽഡിംഗ് 15 വർഷം ആയിട്ടേ ഉള്ളൂ. ഓക്കെ. അത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് 15 വർഷം ആയതേ ഉള്ളൂ. പക്ഷേ അതിൻ്റെ ലൈഫ് ടൈം എന്ന് പറയുന്നത് 70 years ആണ്. നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? ഡിറ്റർമൈൻ ദ ഡിപ്രീഷിയേഷൻ അമൗണ്ട് വിച്ച് ഷുഡ് ബി ഡിഡക്റ്റഡ് ഫ്രം ദ കാസ്റ്റ് ഓഫ് ദ ന്യൂ ബിൽഡിംഗ് അറ്റ് 6% കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. ദ ഗിവൺ ഡേറ്റ എഴുതിയിട്ടുണ്ട്. പ്രസൻറ്റ് റേറ്റ് ഓഫ് ദ വാല്യൂ ആണ് നമ്മൾ സീനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ലൈഫ് ഓഫ് ദ ബിൽഡിംഗ് എൻ ആണ്, ഏജ് ഓഫ് ദ ബിൽഡിംഗ് എം ആണ്. ഓക്കെ. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് 6%. അപ്പോൾ ഇപ്പം നമ്മൾ എത്ര അമൗണ്ടാണ് ഡിപ്രീഷിയേഷൻ എന്ന അമൗണ്ട് എത്ര കുറയ്ക്കണമെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ. ഫോർ ദ 15 years. അപ്പോൾ ഫോർമുല എന്തുവാണെന്ന് വെച്ചാൽ ഇതാണ് ഫോർമുല. സി ഇൻറ്റു പ്രസൻറ്റ് റേറ്റ് ഇൻറ്റു 1 + i the whole power m minus 1 divided by 1 + i the whole power n minus 1. n മാറ്റമുണ്ട്, അത് എന്താണെന്ന് നോക്കണം. m എന്ന് പറയുന്നത് ഏജ് ആണ്. ഓക്കെ. n എന്ന് പറയുന്നത് ലൈഫ് ടൈം ആണ്. മനസ്സിലായോ? n എന്ന് പറയുന്നത് ലൈഫ് ടൈം, m എന്ന് പറയുന്നത് ഏജ് ആണ്. അപ്പോൾ ഈ i എന്ന് പറയുന്നത് 6% ആണ്, 0.06 ആണ്. അപ്പോൾ ആ വാല്യൂ ഡയറക്റ്റായിട്ട് ഇട്ടിട്ട് നമുക്ക് ആൻസർ കണ്ടുപിടിക്കാം. അപ്പോൾ ഇത്രയും വാല്യൂ ആണ് നമ്മൾ 1 lakhലേന്ന് ഡിഡക്റ്റ് ചെയ്യണമെന്നുള്ളതാണ്. മനസ്സിലായോ? ഓക്കെ. അപ്പോൾ ഇനി അടുത്ത് പാർട്ട് ബി ബാർബെൻഡിങ് ഷെഡ്യൂളാണ്. ഇതും അതുപോലെ തന്നെ 2019 സ്കീമിലുള്ള പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ പ്ലേലിസ്റ്റ് ഞാൻ ലിങ്കിലോട്ട് ഇട്ട് തരാം. നിങ്ങൾക്ക് അതും ചെന്ന് ഒരു റിവിഷന് വേണ്ടി നോക്കാം. ഓക്കെ. ഈ പ്രോബ്ലം നോക്കുമ്പോൾ കാൽക്കുലേറ്റ് ക്വാണ്ടിറ്റി ഓഫ് RCC ആൻഡ് പ്രിപ്പയർ എ ബാർബെൻഡിങ് ഷെഡ്യൂൾ ഓഫ് എ സ്ലാബാണ് നമ്മൾ ഡിസൈൻ ചെയ്യേണ്ടത്. ഇൻറ്റേർണൽ ഡയമെൻഷൻസ് ആണ് തന്നിരിക്കുന്നത്. ഓക്കെ. നിങ്ങൾക്ക് പടം തന്നിട്ടുണ്ട്. ഓക്കെ. അപ്പം ഇന്നർ ടു ഇന്നർ ഡയമെൻഷൻസ് 330, ഓൾ ഡയമെൻഷൻസ് ആർ ഇൻ സെൻറ്റിമീറ്ററിനും ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ക്വാണ്ടിറ്റി ഓഫ് RCC ആദ്യം കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നർ ടു ഇന്നർ ഡയമെൻഷൻസ് ചെയ്യത്തില്ലല്ലോ, ഔട്ടർ ടു ഔട്ടർ ഡയമെൻഷൻസ് അല്ലേ ചെയ്യത്തുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 3.3 മീറ്റർ പ്ലസ് വാൾ തിക്നെസ് നമ്മൾ ആഡ് ചെയ്യും. അപ്പോൾ 3.3 + 0.2 + 0.2 3.7. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഔട്ടർ ഡയമെൻഷൻസ് 3.3 + 0.2 + 0.2. ഓക്കെ. അതുപോലെ ഇവിടെ വിത്തും 5.5 + 0.2 0.2 അതും കൂടി ആഡ് ചെയ്ത് ഔട്ടർ ടു ഔട്ടർ ഡയമെൻഷൻസ് എത്രയാണെന്ന് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു. ഓക്കെ. ഇതിൻ്റെ ക്വാണ്ടിറ്റി എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്? ലെങ്ത് ഇൻറ്റു ബ്രെത്ത് ഇൻറ്റു ഡെപ്ത് ആണ് അല്ലേ. 3.7 × 5.9 × 0.12 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ RCC വർക്ക് എത്രയാണ് നമുക്ക് കിട്ടി. ഓക്കെ. ഇനി അടുത്ത് നമ്മൾ എന്ത് ചെയ്യണം? പ്രിപ്പയർ എ ബാർബെൻഡിങ് ഷെഡ്യൂളാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ബാർബെൻഡിങ് ഷെഡ്യൂൾ എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ മെയിൻ ബാർസ് യൂസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അതിൻ്റെ കട്ടിംഗ് ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യണം. അതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. ഓക്കെ. കട്ടിംഗ് ലെങ്ത് ഓഫ് ദ മെയിൻ സ്ട്രെയിറ്റ് ബാർസ്, അതിൻ്റെ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യണം. പിന്നെ ബെൻഡ് അപ്പ് ബാർസ്, ക്രാങ്ക്ഡ് ബാർസിൻ്റെ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യണം. പിന്നെ ഡിസ്ട്രിബ്യൂഷൻ ആ ബാറില്ലേ അതിൻ്റെ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യണം. ടോപ്പിൽ ഇട്ടിട്ടുണ്ട്, ബോട്ടമിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലെങ്ത്തും പിന്നെ ഇത് എത്ര വേണമെന്നുള്ള നമ്പർ ഓഫ് ബാർസ് എത്ര വേണമെന്നുള്ളത് കണ്ടുപിടിച്ചാലേ നമുക്ക് ഈ ടാബ്ലർ കോളം വരയ്ക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ. അപ്പോൾ ആദ്യം കട്ടിംഗ് ലെങ്ത് എന്താണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ. കട്ടിംഗ് ലെങ്ത് ഓഫ് മെയിൻ ബാർസ് എന്ന് പറയുമ്പോൾ മെയിൻ ബാർസ് 3.7 ഇതിലെയാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് 3.7 മൈനസ് കവർ 2 × കവർ. ഓക്കെ. മെയിൻ ബാർസ് ഇതാണ് മെയിൻ ബാർ. ഓക്കെ. ഇതാണ് മെയിൻ ബാർ. ഇറ്റ് ഈസ് റണ്ണിങ് ലെങ്ത്ത് 3.3 മീറ്റർ ലെങ്ത്തിനാണ് ഇരിക്കുന്നത്. അപ്പം 3.3 + 0.2 + 0.2 നമ്മൾ 3.7 എടുത്തിട്ടുണ്ട്. -2 × കവർ, രണ്ട് സൈഡിലും നമ്മൾ കവർ മൈനസ് ചെയ്യണം. പ്ലസ് ഹൂക്ക് ലെങ്ത്ത് ആഡ് ചെയ്യണം. ഓക്കെ. +2 × ഹൂക്ക് ലെങ്ത്ത്, രണ്ട് സൈഡിലും ഹൂക്ക് ഉണ്ടാവും. അപ്പോൾ 2 × ഹൂക്ക് ലെങ്ത്ത് ചെയ്യണം.
ഓക്കെ, അപ്പോൾ ടോട്ടൽ ലെങ്ത്തിലിருந்து കവർ മൈനസ് ചെയ്തിട്ട് ഹൂക്ക് ലെങ്ത്ത് ആഡ് ചെയ്താൽ മതി. മനസ്സിലായോ? ഓക്കെ, മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് കൊടുക്കുക. അപ്പോൾ 3.7 ടോട്ടൽ ലെങ്ത്തിന് അറിയാം. പക്ഷേ കവർ എത്രയാണ് ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് അവർ പറയത്തില്ല. നമ്മളാണ് പഠിച്ച് വെക്കേണ്ടത്. സ്ലാബ് ആണെങ്കിൽ സൈഡ് കവർ നമ്മൾ 4 to 5 സെൻറ്റിമീറ്റർ വരയ്ക്കും നമുക്ക് പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, നമ്മൾ ഇപ്പോൾ എടുത്തിരിക്കുന്നത് 4 സെൻറ്റിമീറ്ററിന് എടുത്തു. അത് മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് 0.04 എടുത്തു. പ്ലസ് 2 ഇൻറ്റു ഹൂക്ക് ലെങ്ത് ആണ്. ഹൂക്ക് ലെങ്ത് 9D ആണ്. 9 ഇൻറ്റു ഡയാമീറ്റർ. ഡയാമീറ്റർ എത്ര? 10 mm ആയതുകൊണ്ട് 0.01. അപ്പോൾ ഇതെല്ലാം ചെയ്യുമ്പോൾ നമുക്ക് കട്ടിംഗ് ലെങ്ത് ഓഫ് ദ മെയിൻ സ്ട്രെയിറ്റ് ബാർസ് എന്താണ് കിട്ടും. മനസ്സിലായോ? അപ്പോൾ അതുപോലെ ബെൻഡ് അപ്പ് ബാർസ് കാൽക്കുലേറ്റ് ചെയ്യണം. ബെൻഡ് അപ്പ് ബാർസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ലെങ്ത്ത് ഇങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ഈ 45 ഡിഗ്രി ഇൻക്ലിനേഷൻ ഒന്നും പറയുന്നില്ല. പക്ഷേ നമ്മൾ അസ്യൂം ചെയ്യുന്നത് 45 ഡിഗ്രീന്ന് അസ്യൂം ചെയ്ത് ഈ ലെങ്ത്ത് പ്ലസ് അഡീഷണൽ ലെങ്ത് ഇല്ലേ, ഇത് കാൽക്കുലേറ്റ് ചെയ്യണം. ഇത് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ 0.42 ഇൻറ്റു എഫക്റ്റീവ് ഡെപ്ത് ആണ് ഇടേണ്ടത്. ഓക്കെ, 0.42 ഇൻറ്റു എഫക്റ്റീവ് ഡെപ്ത്. ഈ എഫക്റ്റീവ് ഡെപ്ത് എന്ന് പറയുന്നത് ടോട്ടൽ ഡെപ്തിൽ നിന്ന് ടോപ്പ് കവറും ബോട്ടം കവറും മൈനസ് ചെയ്താൽ മതി. ഓക്കെ, അപ്പം ബാക്കിയെല്ലാം സെയിം ആണ്. 3.7 ഔട്ടർ ടു ഔട്ടർ ഡിസ്റ്റൻസ് -2 ഇൻറ്റു കവർ പ്ലസ് 2 ഇൻറ്റു ഹൂക്ക് ലെങ്ത് ആഡ് ചെയ്തിട്ട് പ്ലസ് ഈ ഇൻക്ലൈൻഡ് ലെങ്ത്തും ആഡ് ചെയ്യണം. ഓക്കെ, 0.84 ഇൻറ്റു ഡി എഫക്റ്റീവ് എഫക്റ്റീവ് ഡെപ്ത് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണം? ടോട്ടൽ ഡെപ്ത് മൈനസ് ടോപ്പ് ആൻഡ് ബോട്ടം കവർ മൈനസ് ചെയ്യണം. അപ്പോൾ ടോപ്പ് ആൻഡ് ബോട്ടം കവർ സ്ലാബ് ആണെങ്കിൽ 1.222 സെൻറ്റിമീറ്റർ എടുക്കാം. നമ്മളിവിടെ 2 സെൻറ്റിമീറ്റർ എടുത്തു. എഫക്റ്റീവ് ഡെപ്ത് കാൽക്കുലേറ്റ് ചെയ്തു. പിന്നെ ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമ്മൾ കട്ടിംഗ് ലെങ്ത് എന്താണ് കാൽക്കുലേറ്റ് ചെയ്ത്. ഓക്കെ, ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ ലെങ്ത് എവിടെയാണ് ഉള്ളത്, ഇതാണ്, ഈ ഡയമെൻഷനാണ്. അപ്പോൾ 3.3 പ്ലസ് അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? കട്ടിംഗ് ലെങ്ത് ഓഫ് ദ ഡിസ്ട്രിബ്യൂട്ടിംഗ് ബാർസ് ടോപ്പ് ആൻഡ് ബോട്ടം കാൽക്കുലേറ്റ് ചെയ്യണം. ഡിസ്ട്രിബ്യൂഷൻ ബാർസ് എന്ന് പറയുന്നത് ഇവിടെയാണ്, അലോങ് ദ വിത്ത് ആണ് വരുന്നത്. ആ ലെങ്ത് എത്രയാണ്? നമുക്ക് 5.7 ആണ്. അപ്പോൾ ഈ ലെങ്ത് വെച്ചിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഡിസ്ട്രിബ്യൂട്ടിംഗ് ബാർസ് എന്ന് പറയുമ്പോൾ 5.9 മൈനസ് 2 ഇൻറ്റു കവർ പ്ലസ് 2 ഇൻറ്റു ഹൂക്ക് ലെങ്ത്. കവർ സെയിം തന്നെയാണ്. ഹൂക്ക് ലെങ്ത് എന്ന് പറയുമ്പോൾ ഡയാമീറ്റർ മാത്രം വേരി ആകുന്നുണ്ട്. ഇവിടെ കവർ എന്ന് പറയുന്നത് സൈഡ് കവറാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, ഡിസ്ട്രിബ്യൂഷൻ റാഡ്. അപ്പോൾ കട്ടിംഗ് ലെങ്ത് ഓഫ് ദി ഡിസ്ട്രിബ്യൂഷൻ റാഡ് എത്രയാണ് കിട്ടി. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ എന്ത് ചെയ്യണം? ഓരോരോ ലെങ്ത് ഓഫ് ദ ബാർസിന് നമ്മൾ എത്ര എണ്ണം പ്രൊവൈഡ് ചെയ്യണമെന്നുള്ളത് കണ്ടുപിടിക്കണം. അപ്പം നമ്പർ ഓഫ് ബാർസ് ആണ് അടുത്ത് ചെയ്യേണ്ടത്. നമ്പർ ഓഫ് ബാർസ് മെയിൻ ബാർസിലെ നമുക്ക് സ്ട്രെയിറ്റ് ബാർസ് ഉണ്ട്, ബെൻഡ് അപ്പ് ബാർസും ഉണ്ട്. പിന്നെ ഡിസ്ട്രിബ്യൂഷൻ ബാർസിൽ സെൻട്രൽ പോർഷൻ ഉണ്ട്, ബോട്ടം ബാർസും ടോപ്പ് ബാർസും കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പം നമ്പർ ഓഫ് ബാർസിൽ ആദ്യം നമ്മൾ മെയിൻ ബാർസ് എന്താണെന്ന് നോക്കാം. ഇപ്പം ഈ പടം വരച്ചിട്ടുണ്ട്, ഒന്ന് ശ്രദ്ധിച്ച് നോക്കണേ. ഓക്കെ, ഇത് 3.7 മീറ്റർ ഇവിടെ കാണിച്ചു. സ്ലാബിൻ്റെ ഇവിടെ ഈ ലെങ്ത് എന്ന് പറയുന്നത് 5.9 ആണ്. അപ്പോൾ മെയിൻ റാഡ്സ് ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ആൾട്ടർനേറ്റീവ് ആണ് ബെൻഡ് അപ്പ് ബാർസ് നമ്മൾ ചെയ്യുന്നത്. അത് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ ലെങ്ത്ത് ഇപ്പുറത്തെ സൈഡ്, ഈ ലെങ്ത്ത് ഇപ്പുറത്തെ സൈഡ്, ഈ ലെങ്ത്ത് ഇവിടെ, ഈ ലെങ്ത്ത് ഇവിടെ, ഇങ്ങനെയാണ് വരുന്നത്. അപ്പം സ്ട്രെയിറ്റ് ബാർസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഈ സ്പേസിംഗ് എന്ന് പറയുന്നത് 20 സെൻറ്റിമീറ്റർ സെൻറ്റർ ടു സെൻറ്ററിനും അവർ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ ലെങ്ത്തിലെയാണ് നമ്മൾ സ്പേസിങ് 20 സെൻറ്റിമീറ്റർ ഇട്ടിട്ട് മെയിൻ ബാർസ് ഇടുന്നത്. അപ്പോൾ 5.9 ഇവിടെ ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്നതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, അതുകൊണ്ടാണ് ഞാൻ കളർ കൊണ്ട് മാർക്ക് ചെയ്തിരിക്കുന്നത്. 5.9 മൈനസ് കവർ. ഓക്കെ, ടോട്ടൽ ലെങ്ത് -2 ഇൻറ്റു കവർ ഡിവൈഡഡ് ബൈ സ്പേസിങ് +1 എന്ത് ചെയ്യുമ്പോഴാണ് നമുക്ക് നമ്പർ ഓഫ് സ്ട്രെയിറ്റ് ബാർസ് കിട്ടുന്നത്. അപ്പം നമ്പർ ഓഫ് ബാർസ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ ബീമിൽ നമ്മൾ ഈ ഫോർമുല തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അവിടെ നമ്പർ ഓഫ് സ്റ്റിറപ്സ് നമ്മൾ പറയും. ഓക്കെ, നമ്പർ ഓഫ് ബാർസ് ഇസ് ഈക്വൽ ടു ലെങ്ത് മൈനസ് കവർ. ഓക്കെ, 2 ഇൻറ്റു കവർ ഡിവൈഡഡ് ബൈ സ്പേസിങ് +1. ഇതാണ് ജനറൽ ഈക്വേഷൻ. ഓക്കെ, ലെങ്ത് മൈനസ് കവർ ഡിവൈഡഡ് ബൈ സ്പേസിങ് +1. ലെങ്ത് എന്ന് പറയുന്നത് ഔട്ടർ ടു ഔട്ടർ ഡിസ്റ്റൻസിലുള്ള ലെങ്ത് ആണ്. ഇപ്പോൾ ഇവിടെ എത്ര നമ്മൾ മെയിൻ ബാർസ് ഇങ്ങനെയാണ് ഇടുന്നത്, സ്പേസിങ് ഇവിടെയാണ് വരുന്നത്, അതുകൊണ്ടാണ് 5.9 നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ 5.9 മൈനസ് 2 ഇൻറ്റു സൈഡ് കവർ 0.04 ഡിവൈഡ് ബൈ സ്പേസിങ് 0.4 ഇട്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ
ഈ ബാറിനും ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 40 ആയിരിക്കും. എങ്ങനെ? നടുക്ക ഒരു ബാർ, അപ്പുറത്തെ സൈഡ് നമ്മൾ ക്രാങ്ക് ചെയ്ത് മുകളിലേക്ക് കയറ്റി. ഓക്കെ, അപ്പോൾ ഇത് 20, ഇത് 20, അതുകൊണ്ട് 40 എടുക്കണം. ഇത് ശ്രദ്ധിക്കണം കേട്ടോ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. സ്ലാബിനകത്ത് മാത്രമേ ഇത് വരുന്നുള്ളൂ. അപ്പം ഇതൊന്ന് ശ്രദ്ധിച്ച് നമ്മൾ പഠിക്കണം. 20 സെൻറ്റിമീറ്റർ മാത്രം അങ്ങനെ ഇട്ടിട്ട് ചെയ്യാൻ പാടില്ല. സ്ലാബ് ആകുമ്പോൾ ഓൾട്ടർനേറ്റ് ബാർസ് നമ്മളിവിടെ ക്രാങ്ക് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ 40 സെൻറ്റിമീറ്റർ 0.4 എടുക്കും. +1 ഇട്ടിട്ട് നമ്പർ ഓഫ് ബാർസ് കാൽക്കുലേറ്റ് ചെയ്യും. ഓക്കെ, പിന്നെ ബെൻഡ് അപ്പ് ബാർസിനും അതുപോലെ തന്നെ ചെയ്തിട്ട് നമ്മൾ കണ്ടുപിടിക്കും. ഓക്കെ, പിന്നെ ഡിസ്ട്രിബ്യൂട്ടിംഗ് ബാർസ് സെൻട്രൽ പോർഷൻ. എന്തുകൊണ്ടാണ് സെൻട്രൽ പോർഷൻ എടുത്തതെന്ന് വെച്ചാൽ നമുക്ക് ഡയഗ്രാമിനകത്ത് അവരിവിടെ 50 സെൻറ്റിമീറ്റർ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് സെപ്പറേറ്റ് ആണ്. പക്ഷേ ഡയാമീറ്റർ ഒക്കെ സെയിം ആണ്. ഡിസ്ട്രിബ്യൂഷൻ റോഡ്സ് 8 mm ആണ് ടോട്ടലി നമ്മൾ ഇടുന്നത്. ഇവിടെ മാത്രം വേറെ, ഇവിടെ വേറെ. ഓക്കെ, അപ്പോൾ 2.3 ടോട്ടൽ ലെങ്ത്ത് ഡിവൈഡ് ബൈ 0.2. ഈ 2.3 എങ്ങനെ കിട്ടിയെന്ന് വെച്ചാൽ നമുക്ക് ഔട്ടർ ടു ഔട്ടർ ഡിസ്റ്റൻസ് 3.3 പ്ലസ് 0.2 നമുക്കുണ്ട്. ഓക്കെ, അങ്ങനെ എടുത്താലും ശരി, അല്ലെങ്കിൽ 3.3ലേന്ന് 50 മൈനസ് ചെയ്താലും മതി. ഓക്കെ, അപ്പോൾ 3.3 മൈനസ് 0.5 മൈനസ് 0.5 ഇത് ചെയ്യുമ്പോൾ നമുക്ക് 2.3 കിട്ടും. അതാണ് ഇത് 2.3 ഡിവൈഡ് ബൈ സ്പേസിങ് എത്ര? 25 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ 0.25 + 1 ചെയ്യുമ്പോൾ നടുക്ക മാത്രം എത്ര നമ്പേഴ്സ് ഇടണം എന്നുള്ളത് നമുക്ക് കിട്ടി. ഓക്കെ, പിന്നെ സൈഡിലുള്ള ഈ ബാർസ് എത്ര എണ്ണമാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യും? ഇത് 50 ഉണ്ട്, ഇത് 20 ഉണ്ട്. അപ്പോൾ 50 + 20 70 മൈനസ് കവർ ചെയ്യണം 4 സെൻറ്റിമീറ്റർ. അപ്പോൾ 66 സെൻറ്റിമീറ്റർ ഡിവൈഡ് ബൈ സ്പേസിങ്. ഓക്കെ, ഇത് ചെറുതായതുകൊണ്ട് +1 ആഡ് ചെയ്യണമെന്നില്ല. അപ്രോക്സിമേറ്റ്ലി എത്ര നമ്പേഴ്സിനുള്ളത് മാത്രം നമ്മളിപ്പോൾ കാണിക്കാൻ പോവുക. ഓക്കെ, 50 + 20 70, കവർ മൈനസ് ചെയ്തു 66, സ്പേസിങ് 25 സെൻറ്റിമീറ്റർ. അപ്പോൾ നമ്പർ ഓഫ് ബാർസ് 0.66 ഡിവൈഡ് ബൈ 0.25 ചെയ്തിട്ട് നമ്മൾ നമ്പർ ഓഫ് ബാർസ് എന്താണ് കാൽക്കുലേറ്റ് ചെയ്തു. ഓക്കെ, ഇതിൽ നമ്മൾ +1 ചെയ്തിട്ടില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇത് ചെറിയ പോർഷൻ ആയതുകൊണ്ട് സൈഡിലുള്ളത് നമ്മൾ +1 നമ്മൾ നെഗ്ലക്റ്റ് ചെയ്തു. അപ്രോക്സിമേറ്റ്ലി ഇത്ര നമ്പേഴ്സ് ഇടണമെന്നുള്ളതാണ് നമ്മളിപ്പോൾ പറയുന്നത്. അപ്പോൾ ഒരു സൈഡിൽ 3, അപ്പം നമുക്ക് 2 സൈഡും ഉണ്ട്. അപ്പോൾ 6 നമ്പേഴ്സ് പ്രൊവൈഡ് ചെയ്യണം. ഇതുപോലെ ആയിരിക്കും ടോപ്പ്. ഓക്കെ, അപ്പോൾ ബാർ ബെൻഡിങ് ഷെഡ്യൂൾ നമുക്ക് എഴുതാം. നമുക്ക് ഡിസ്ക്രിപ്ഷൻ ഷെഡ്യൂളിനകത്ത് ഇത്രയും ഡീറ്റെയിൽസ് വേണം. ഡിസ്ക്രിപ്ഷൻ വേണം, ഡയാമീറ്റർ വേണം, നമ്പർ ഓഫ് ബാർസ് വേണം, ആ ബാർസിൻ്റെ കട്ടിംഗ് ലെങ്ത്ത്, ടോട്ടൽ എത്ര, യൂണിറ്റ് വെയ്റ്റ്, ടോട്ടൽ വെയ്റ്റ്. ഇപ്പം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് മെയിൻ ബാർസും ഡിസ്ട്രിബ്യൂട്ടിംഗ് ബാർസും ആണ്. മെയിൻ ബാർസിൽ സ്ട്രെയിറ്റ് ബാർസ് ഉണ്ട്, ബെൻഡ് അപ്പ് ബാർസ് ഉണ്ട്. അത് രണ്ടിൻ്റെ ഡയാമീറ്റർ. ഓക്കെ, ഡിസ്ട്രിബ്യൂട്ടിംഗ് ബാർസിലും ടോപ്പും ബോട്ടമും ഉണ്ട്, അതിൻ്റെ ഡയാമീറ്റർ. ഓക്കെ, നമ്പർ ഓഫ് ബാർസ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്, അതിവിടെ. ഓക്കെ, ബോട്ടമിൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഈ സെൻട്രലും ഈ ബോട്ടം ബാർസും ഞാൻ രണ്ടും ആഡ് ചെയ്തിട്ടാണ് ഇവിടെ ഇട്ടിരിക്കുന്നത്. ഓക്കെ, 10 + 6 16. ഓക്കെ, കട്ടിംഗ് ലെങ്ത്ത് നമ്മൾ ആൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടല്ലോ. ആ വാല്യൂസ് ഇവിടെ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. പിന്നെ ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്ത് ഇത് എഴുതുക. ഓക്കെ, സിംപ്ലി മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇവിടെ എഴുതുക. നമുക്ക് യൂണിറ്റ് വെയ്റ്റ് നമുക്ക് പ്രോബ്ലമിൽ തന്നെ തന്നിട്ടുണ്ട്, അത് എഴുതുക. എഴുതിയിട്ട് ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ വെയ്റ്റ് എന്താണ് കിട്ടും. ഓക്കെ, ഇൻ കേസ് യൂണിറ്റ് വെയ്റ്റ് തന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ഫോർമുല യൂസ് ചെയ്യണം? d² ഡിവൈഡ് ബൈ 162 യൂസ് ചെയ്താൽ നമുക്ക് യൂണിറ്റ് വെയ്റ്റ് കിട്ടും. അപ്പോൾ അടുത്ത വീഡിയോയിൽ പാർട്ട് ബിയിൽ തന്നെ നമുക്ക് ബിൽഡിങ്ങിൻ്റെ എസ്റ്റിമേഷൻ അത് അടുത്ത വീഡിയോയിൽ നോക്കാം. ഓക്കെ, ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് കൊടുക്കുക. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും പഠിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് അയയ്ക്കുക, ഞാൻ പഠിപ്പിച്ച് തരാം. ഓക്കെ.